ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. ട്രസ്റ്റ്, വിശ്വാസം. ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇല്ലാതെ അത് മുമ്പോട്ട് പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും മുമ്പോട്ട് പോകില്ല. ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകണമെങ്കിൽ അവിടെ എപ്പോഴും എന്തുണ്ടാവണം? ട്രസ്റ്റ് ഉണ്ടാവണം. ഇനി എന്താണ് ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്? വിശ്വാസം. അതെന്താണ്? നമ്മൾ സ്വയം വിശ്വസിക്കുന്നു, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുന്നു, പിന്നെ നമ്മൾ പറയുന്ന ആർഗ്യുമെൻറ്റ്സ്, കാര്യങ്ങൾ അതിൽ വിശ്വസിക്കുന്നു, പിന്നെ മറ്റുള്ളവരെ നമ്മൾ വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു കെട്ടിടത്തിൻ്റെ ഉറപ്പെന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ബേസാണ് അല്ലേ? അതിൻ്റെ ആ തറയാണ് ആ ഒരു കെട്ടിടത്തെ താങ്ങി നിർത്തുന്നത്. അതേപോലെ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിനെ താങ്ങി നിർത്തുന്നത് ഈ ട്രസ്റ്റാണ്. വിശ്വാസം. വിശ്വാസം ഇല്ലാതെ ഞാൻ പറഞ്ഞു ഒരിക്കലും ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് പോകത്തില്ല. ട്രസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ചില്ല് ഗ്ലാസ് പോലെയാണ്. അതൊന്ന് നിലത്ത് വീണ് ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇനി എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആകാനുള്ള കാരണം? നമുക്ക് ഇതെന്താണെന്ന് നോക്കാം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പുള്ള ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചും കൊടുക്കണേ. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു സമാധാനം ഉണ്ടാവില്ല. കാരണം നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും നോർമൽ ആയിരിക്കില്ല. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിലെ തടസ്സങ്ങൾ മറികടക്കാൻ നമുക്ക് ഈ ഒരു ട്രസ്റ്റിലൂടെ സാധിക്കും എന്നതാണ്. ലൈഫിലുള്ള ബാഡ് സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് വിശ്വാസമുള്ള ഒരാളുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ ബാഡ് സിറ്റുവേഷൻസും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിലൂടെ മറികടക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ പാർട്ട്നേഴ്സിനെ നന്നായിട്ട് സ്നേഹിക്കും, വിശ്വസിക്കും. അവിടെ വഴക്കിനോ ആർഗ്യുമെൻറ്റ്സിനോ ഒന്നും ഒരു സ്ഥാനവും ഉണ്ടാകില്ല. അതോടുകൂടി നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നല്ല ഹാപ്പി ആയിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് നന്നായിട്ട് ടൈം എടുത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതൊരിക്കൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ തിരികെ അത് അതുപോലെ ആകാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കും. ഇനി അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും സ്വപ്നമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം? നമ്മുടെ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് നന്നായിട്ട് ഷെയർ ചെയ്യാനും എൻജോയ് ചെയ്യാനും പറ്റും. പിന്നെ നമുക്ക് നടത്തിയെടുക്കുമ്പോൾ വേറെയും നമുക്ക് സന്തോഷം കിട്ടും. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. ഒരിക്കൽ അത് ഇല്ലാതായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് തിരികെ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമെടുക്കും. തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്ക് ഒരു ആൺകുട്ടിയോടോ അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോടോ വിശ്വാസം ഉണ്ടാകുന്ന കുറേ സമയം എടുത്തിട്ട് തന്നെയാണ്. പക്ഷെ ഇതില്ലാതായാലോ ഇതേപോലെ സമയം എടുത്തിട്ടായിരിക്കും അത് തിരികെ വീണ്ടും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇല്ലാതെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പും അധികം കാലമൊന്നും മുമ്പോട്ട് പോകത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.